അത്ര വ്യക്തമായ രീതിയിൽ അതിൻ്റെ ഇടയിൽ വഞ്ചന നടന്നിരിക്കുകയാണ്. പാടില്ല പ്രിയപ്പെട്ടവർ, ആരെയും അങ്ങനെ വളരാൻ, ഹറാമ് വളരാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഹറാമ് വളരാൻ അനുവദിച്ചുകൂടാ. ഹലാലായ വരുമാന രീതിയിലൂടെ ആരോ വരട്ടെ, നമുക്ക് സഹകരിക്കാം. ഹറാമ് വളർത്താൻ നമ്മൾ നിന്നുകൂടാ. നിങ്ങൾ പറയും ആ രീതിയിൽ കച്ചവടം നടത്തിയിട്ട് ബാക്കവിക്കെന്തോ നേട്ടമുണ്ട് എന്നല്ല. എൻ്റെ കാസറ്റിനെ ഈ സമുദായം ആദരിക്കണം, ഗൗരവത്തോടു കൂടി കാണണം എന്ന് മനസ്സിലാക്കിയിട്ട്. കാരണം നിങ്ങൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് പരാതി പറയാൻ പാടില്ല. നിങ്ങളെല്ലാവരും ഒരു കാസറ്റ് കണ്ടല്ലോ, ഈ ഫാഷൻ യുഗത്തിലെ മുസ്ലിം സ്ത്രീകൾ അനുവാദം ഇല്ലാതെ ഇറക്കിയ കാസറ്റാണ്. അതിൻ്റെ അകത്ത് ഖുർആനായത്ത് വെട്ടിമാറ്റിയിരിക്കുന്നു, ദിക്റുകൾ വെട്ടിമാറ്റിയിരിക്കുന്നു. ഈ പ്രിയപ്പെട്ട സഹോദരിമാരെല്ലാം രാവിലെ വിളിക്കുക, ഹലോ നൗഷാദ് ബാക്കവിയല്ലേ, ബൽക്കീസ് രാജി കൊണ്ടുപോയ സിംഹാസനം കൊണ്ടുപോയപ്പോൾ മറ്റേ ആൾ പറഞ്ഞു കൊടുത്ത ദിക്കർ ഏത്? ഞാൻ പറഞ്ഞു ഏത് ബൽക്കീസ് രാജി, ഏത് ദിക്കർ? മറ്റേ ഫാഷൻ യുഗത്തിലെ മുസ്ലിം. ഇത് തന്നെ എനിക്ക് ജോലി. ഒരു ദിവസം 100 കോള് വന്നാൽ 99 എണ്ണം ഈ ദിക്കർ പറയാനാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് കുഴപ്പം? അത് വ്യക്തമായി ഈ ഞാൻ എഗ്രിമെൻ്റ് ചെയ്ത കമ്പനിക്കാർ കാസറ്റ് ഇറക്കുമ്പോൾ അടുത്ത് പോയിരുന്ന് കേട്ട് എഡിറ്റ് ചെയ്ത് തമാശയൊക്കെ മാറ്റി ലേലം വിളി, അതുപോലെ തന്നെ പിരിവ്, അതൊക്കെ 2 മണിക്കൂർ 90 രൂപ എടുത്ത് വാങ്ങിച്ച് നിങ്ങൾക്ക് ഉപയോഗം വേണ്ടേ? പിരിവിൻ്റെ കാസറ്റ് നിങ്ങൾക്ക് എന്തിനാ? അതൊന്നും ആരും ശ്രദ്ധിക്കൂല. വളരെ നിങ്ങൾ ഒരു 100 രൂപ കൊടുത്താൽ അതിന് ഉപയോഗമുണ്ടാവണം, അതിന് നേട്ടമുണ്ടാകണം, അതിൻ്റെ ലാഭം. വല്ലാഹി ഇന്ന് വരെ എത്ര വർഷമായി ആ കമ്പനിക്ക് ഞാൻ എഗ്രിമെൻ്റ് ചെയ്തു, 1 രൂപ കാസറ്റിൻ്റെ ലാഭമായിട്ട് എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പൈസയായിട്ട് കൊണ്ടുതന്നത് ഞാൻ വാങ്ങിച്ചിട്ടില്ല പ്രിയപ്പെട്ടവർ. നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം. ഈ ശബ്ദമടഞ്ഞാൽ 4 ദിവസം ഞാൻ പ്രസംഗിക്കാതിരുന്നാൽ എൻ്റെ ഫോണിൽ കോളുകൾ വരുന്നൊരു നിൽക്കും, എനിക്ക് ഉറപ്പാണ് ആ കാര്യം. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അകത്ത് എൻ്റെ മക്കളുമായി പന്ത് കളിച്ച് അവിടെ നിൽക്കും, ഒരു ബിസി ഉണ്ടാവില്ല. ആ സമയത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഏതെങ്കിലും ഒരു കാസറ്റ് കച്ചവടക്കാരൻ അത് വിറ്റ് ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ ആരും ശപിക്കാതെ ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ അകത്ത് ക്ലാരിറ്റി ഉള്ള കാസറ്റായി. എന്നും ഖുർആനായത്ത് സ്ക്രാച്ച് പിടിച്ച് അടുക്കള കിടന്ന് ചവിട്ടിത്തേക്കാനുള്ളതല്ല, സൂക്ഷിക്കാൻ വേണ്ടി ഗൗരവത്തോടു കൂടിയാണ് ആ പരിപാടി നടത്തുക. അതിനിടയിൽ കള്ളത്തരം കാണിക്കരുത്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു കച്ചവടക്കാരും, ഞാൻ ഇന്ന് ഈ സദസ്സിൽ ഒരു കച്ചവടക്കാർക്കെതിരെ പ്രസംഗിച്ചാൽ ഒരാളും ഒരു കാസറ്റും വിൽക്കൂല. അതുകൊണ്ട് കച്ചവടക്കാരോട് പറയുന്നു, എൻ്റെ കാസറ്റുകൾ മുഹമ്മദ് ഫർഹാൻ ഇസ്ലാം പബ്ലിഷ് പുറത്തിറക്കുന്ന കാസറ്റ് അല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്നാൽ, അത് മുബാറക്ക് വീഡിയോ വിഷനാകട്ടെ, അത് വേറെ ഏത് വീഡിയോക്കാരാകട്ടെ, വാങ്ങരുത്. അതിലെനിക്ക് പൊരുത്തമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം നല്ലതുപോലെ കാര്യം മുമ്പോട്ട് നടക്കണം. അതിനു വേണ്ടിയാണ് വിലപ്പെട്ട സമയത്ത് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്തെങ്കിലും വിഷമം ആർക്കെങ്കിലും വന്നെങ്കിൽ പൊരുത്തപ്പെട്ടോ ബാക്കി ഭാഗത്തേക്ക് കടന്നു വരികയാണ്.